ഒരു തെളിഞ്ഞ സന്ധ്യ. മധ്യകേരളത്തിലെ പ്രശസ്തമായ കാവിൽ മഠം തറവാട്. പായിൽ പിടിച്ച വലിയ പടിപ്പുരയും ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന എട്ടുകെട്ടും തറവാടിന്റെ തെക്കേ കോണിൽ ഏക്കറുകളോളം പടർന്നു കിടക്കുന്ന ഇരുണ്ട നിഗൂഢമായ സർപ്പക്കാവുമുണ്ട്. വൻമരങ്ങളും വള്ളികളും നിറഞ്ഞ ആ കാട്ടിലേക്ക് തറവാട്ടുകാർ പോലും അനാവശ്യമായി പ്രവേശിക്കാറില്ല. പടിപ്പുര കടന്ന് തറവാട്ടുമുറ്റത്തേക്ക് അനന്തൻ നടന്നു വന്നു. വെളുത്ത കതർമുണ്ടും ഷർട്ടും ധരിച്ച ശാന്തനായ ചെറുപ്പക്കാരൻ. നഗരത്തിലെ പഠനം കഴിഞ്ഞ് തറവാട്ടിൽ തിരിച്ചെത്തിയതാണ് അവൻ. പടിഞ്ഞാറ്റയിൽ വിളക്ക് വയ്ക്കുകയായിരുന്ന മുത്തശ്ശി പൂമുഖത്തേക്ക് നോക്കി വിളിച്ചു. അനന്ത, നീ വന്നോ? യാത്ര ചെയ്ത് ക്ഷീണം കാണുമല്ലോ, ചായ എടുക്കട്ടെ? അനന്തൻ പറഞ്ഞു. വേണ്ട മുത്തശ്ശി, ഞാൻ കുളിച്ചിട്ട് വരാം. പക്ഷെ അമ്മാവൻ എവിടെ? വഴിയെ വന്നപ്പോൾ തറവാട്ടിൽ എന്തോ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ കാണുന്നുണ്ടല്ലോ. അനന്തന്റെ ചോദ്യം കേട്ട് മുത്തശ്ശിയുടെ മുഖത്ത് ഒരു ചെറിയ വേവലാതി പടർന്നു. മുത്തശ്ശി പറഞ്ഞു, അത് നിന്റെ അമ്മാവൻ തീരുമാനിച്ചതാ. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തറവാട്ടിൽ പലവിധ ദോഷങ്ങളാണ്. കാവിലെ സർപ്പങ്ങൾക്ക് കോപം വന്നതാണ് ജ്യോതിഷി പറഞ്ഞിരുന്നു. അതിന് വലിയൊരു പരിഹാര പൂജ നാളെ തുടങ്ങുകയാണ്. അപ്പോഴാണ് പൂമുഖത്തേക്ക് ഗാംഭീര്യത്തോടെ മാധവമേനോൻ കടന്നു വന്നത്. തറവാട്ടിലെ മുതിർന്ന കാരണവർ. മാധവമേനോൻ പറഞ്ഞു, അതെ അനന്ത, പഴയ പ്രതാപം മാത്രം പോരല്ലോ, കാവും കുളവും ഭംഗിയായി പരിപാലിക്കേണ്ടേ? അതിനാണ് പൂജ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പൂജ കഴിയുന്നത് വരെ കാവിലേക്ക് ആരും പോകരുത്, പ്രത്യേകിച്ചും നീ. അനന്തൻ അമ്മാവന്റെ മുഖത്തേക്ക് നോക്കി. വരും ദിവസങ്ങളിൽ എന്തോ വലിയൊരു മാറ്റം ഈ തറവാട്ടിൽ സംഭവിക്കാൻ പോകുന്നു എന്നൊരു സൂചന അവന്റെ ഉള്ളിൽ തട്ടി. രാത്രിയോടെ ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടി. കാവിൽ മഠത്തിന്റെ പരിസരത്ത് ശക്തമായ കാറ്റും മഴയും പെയ്തിറങ്ങി. കാവിനുള്ളിലെ മരങ്ങൾ കാറ്റിൽ ആടിയുലഞ്ഞു. പാമ്പുകളുടെ ഭീതിജനകമായ ചീറ്റലുകൾ കാറ്റിന്റെ ശബ്ദത്തോടൊപ്പം കേൾക്കാമായിരുന്നു. പെട്ടെന്നാണ് പടിപ്പുരയുടെ ഭാഗത്തു നിന്നും വലിയൊരു ഇടിമിന്നലിനോടൊപ്പം ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. അനന്തൻ വേഗത്തിൽ ചെന്ന് പടിപ്പുര വാതിൽ തുറന്നു. മഴയിൽ കുതിർന്ന് വിറച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി. കറുത്തു നീണ്ട മുടിയും നിഷ്കളങ്കമായ കണ്ണുകളും അവളുടെ നെറ്റിയിൽ ചെറിയൊരു ചന്ദനക്കുറിയും ഉണ്ടായിരുന്നു. മഴവെള്ളത്തിൽ അവളുടെ വസ്ത്രങ്ങൾ നനഞ്ഞൊട്ടിയിട്ടുണ്ടെങ്കിലും അവളുടെ മുഖത്തൊരു പ്രത്യേക തേജസ് ഉണ്ടായിരുന്നു. അനന്തൻ അത്ഭുതത്തോട് ചോദിച്ചു, ആരാ ഈ അർദ്ധരാത്രിയിൽ മഴയത്ത്? ആരാണിവിടെ? പെൺകുട്ടി തണുത്തു വിറയ്ക്കുന്ന ശബ്ദത്തിൽ മറുപടി പറഞ്ഞു, എൻ്റെ പേര് നാഗലക്ഷ്മി, അനാഥയാണ്. തറവാട്ടിലെ പൂജയ്ക്ക് ജോലിക്ക് ആളെ വേണമെന്ന് കേട്ടിട്ടാണ് വന്നത്. അവൾ സംസാരിച്ചു തീരുന്നതിന് മുമ്പ് ശക്തമായ ഒരു ഇടിമിന്നൽ ആകാശത്ത് വെട്ടിപ്പരന്നു. ആ വെളിച്ചത്തിൽ അവളുടെ കഴുത്തിന്റെ പുറകിലുള്ള സർപ്പത്തിന്റെ ആകൃതിയിലുള്ള ഒരു മറുക് അനന്തന്റെ കണ്ണിൽ പെട്ടു. അതേസമയം ശാന്തമായിരുന്ന തറവാട്ടിലെ സർപ്പക്കാവിൽ നിന്നും നൂറുകണക്കിന് പാമ്പുകൾ ഒരേ സമയം ചീറ്റുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങിപ്പോയി. രാത്രിയിലെ കനത്ത മഴയ്ക്കും ഇടിമിന്നലിനു ശേഷം കാവിൽ മഠത്തിൽ പുതിയൊരു പ്രഭാതം പുലർന്നു. മഴ മാറി അന്തരീക്ഷം ശാന്തമായിരുന്നെങ്കിലും കാവിനുള്ളിൽ നിന്ന് വല്ലാത്തൊരു സുഗന്ധം വായുവിൽ പടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ഏഴിലം പാല പൂത്തതുപോലെയുള്ള ഒരു സുഗന്ധം. തറവാട്ടിലെ അടുക്കള വശത്ത് നാഗലക്ഷ്മി ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പൂജയ്ക്കുള്ള പൂക്കളും നിലവിളക്കുകളും ഒരുക്കുന്നതിനിടയിൽ അവളുടെ ചലനങ്ങൾക്കും പെരുമാറ്റങ്ങൾക്കും വലിയൊരു ശാന്തതയുണ്ടായിരുന്നു. അവളെ നിരീക്ഷിച്ചു കൊണ്ട് മുത്തശ്ശി അടുക്കളയിലേക്ക് കടന്നു വന്നു. മുത്തശ്ശി ചോദിച്ചു, മോളെ നാഗു, നീ എവിടുന്ന് വരുന്നതാണെന്നാ പറഞ്ഞത്? കുടുംബത്തിൽ ആരുമില്ലേ? നാഗലക്ഷ്മി തൻ്റെ കയ്യിലെ പൂവിളക്ക് താഴെ വെച്ച് മുത്തശ്ശിയെ നോക്കി ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, എനിക്ക് ജനിച്ച നാടും വീടും അറിയില്ല മുത്തശ്ശി. ചെറുപ്പത്തിലെ കാവുകളുടെയും ക്ഷേത്രങ്ങളുടെയും തണലിലാണ് വളർന്നത്. ഈ കാവിൽ മഠത്തെക്കുറിച്ച് കേട്ടപ്പോൾ എന്തോ ഒരു ഇഷ്ടം തോന്നി, അതാ ഇങ്ങോട്ട് പോന്നത്. അവളുടെ കണ്ണുകളിലെ ആത്മാർത്ഥത കണ്ട മുത്തശ്ശിയുടെ മനസ്സലിഞ്ഞു. എന്നാൽ ദൂരെയൊരു തൂണിന് മറവിൽ നിന്ന് മാധവമേനോൻ ഇതെല്ലാം സംശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഉച്ചയോടടുത്ത് പൂജയ്ക്ക് ആവശ്യമായ ചില അപൂർവ കാട്ടുപൂക്കൾ പറിക്കാനായി അനന്തൻ തറവാടിന് പിൻവശത്തുള്ള കാവിന്റെ അതിർത്തിയിലേക്ക് പോയി. അമ്മാവൻ വിലക്കിയിരുന്നെങ്കിലും പൂജ തടസ്സപ്പെടരുത് എന്ന് കരുതിയാണ് അവൻ അങ്ങോട്ട് ചെന്നത്. വള്ളികൾ പടർന്നു പന്തലിച്ച കാവിനുള്ളിലേക്ക് അവൻ പതുക്കെ കാലുവെച്ചു. പെട്ടെന്ന് കാവിനുള്ളിലെ അന്തരീക്ഷം മാറിമറിഞ്ഞു. കാറ്റില്ലാതെ മരച്ചിലകൾ ആടിയുലഞ്ഞു. ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ പൂക്കൾ പറിക്കുന്നതിനിടയിൽ മുകളിലെ കൊമ്പിൽ നിന്നും ഭീതിജനകമായ ഒരു ചീറ്റൽ കേട്ട് അനന്തൻ മുകളിലേക്ക് നോക്കി. അവിടെ കറുത്തു തിളങ്ങുന്ന ഭീമാകാരനായ ഒരു രാജവെമ്പാല പടം വിടർത്തി അവൻ്റെ തൊട്ടു മുന്നിലേക്ക് ആടിയടുക്കുകയായിരുന്നു.
ഭയം കൊണ്ട് അനന്തൻ്റെ കാലുകൾ വിറച്ചു. ഒരടി പോലും പുറകോട്ട് വെക്കാൻ കഴിയാതെ അവൻ തറഞ്ഞു നിന്നു. സർപ്പം അവൻ്റെ നേരെ ആഞ്ഞു കൊത്താൻ തുനിഞ്ഞ ആ നിമിഷം ഒരു ശബ്ദം കേട്ടു. നിൽക്കൂ. മൃദുലവും എന്നാൽ ഗാംഭീര്യമുള്ളതുമായ ഒരു വിളി ഉയർന്നു. നാഗലക്ഷ്മി അങ്ങോട്ടേക്ക് ഓടിയെത്തുകയായിരുന്നു. അവൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കെ നാഗു ആ ഭയാനകമായ സർപ്പത്തിൻ്റെ മുന്നിലേക്ക് ഭയമില്ലാതെ നടന്നു ചെന്നു. നാഗു തൻ്റെ ഇരു കൈകളും കൂപ്പി സർപ്പത്തിനു മുന്നിൽ തല കുനിച്ചു. അരുത്, ഇത് ഈ തറവാട്ടിലെ ഉണ്ണിയാണ്. കാവിന് നാശം വരുത്താൻ വന്നതല്ല, എന്നെ വിശ്വസിക്കൂ. അതിശയകരമെന്ന് പറയട്ടെ, അതുവരെ ക്രോധത്തോടെ നിന്ന ആ രാജവെമ്പാല നാഗുവിൻ്റെ ശബ്ദം കേട്ടതും ശാന്തമായി. അത് പതുക്കെ തല താഴ്ത്തി നാഗുവിൻ്റെ കാൽക്കൽ തൊട്ടു തൊഴുതു വന്ദിക്കുന്നത് പോലെ കാണപ്പെട്ടു. പിന്നീട് പതുക്കെ കാട്ടിനുള്ളിലെ ഇരുട്ടിലേക്ക് മറിഞ്ഞു. അനന്ത ശ്വാസം അടക്കി പിടിച്ച് ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. അവൻ്റെ ഹൃദയം പടപട ഇടിച്ചു. നാഗു പതുക്കെ തിരിഞ്ഞ് അനന്തൻ്റെ അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണുകളിൽ പ്രണയവും ആശങ്കയും കലർന്ന ഒരു ഭാവമുണ്ടായിരുന്നു. അനന്തൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു, നാഗു, നീ ആരാണ്? ആ പാമ്പ് നിന്റെ വാക്ക് കേട്ട് പിന്മാറിയതാണോ? എന്താണ് നിന്റെ രഹസ്യം? നാഗു അനന്തൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. നാഗലക്ഷ്മി പറഞ്ഞു, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം വാക്കുകളിലല്ല അനന്തേട്ട. സമയമാകുമ്പോൾ എല്ലാം പ്രകൃതി തന്നെ പറഞ്ഞു തരും. ഇവിടെ അപകടമാണ്, പോവാം. അവൾ അവൻ്റെ കൈകളിൽ തൊട്ട് പതുക്കെ പിന്നോട്ട് വലിച്ചു. ആ സ്പർശനത്തിൽ അനന്തന് ഒരു അപൂർവമായ ആശ്വാസവും അനുഭൂതിയും തോന്നി. അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു. ആദ്യമായി ഭയത്തിനും നിഗൂഢതയ്ക്കും അപ്പുറം തങ്ങൾക്കിടയിൽ ഒരു വലിയ പ്രണയം മുട്ടിടുന്നത് രണ്ടുപേരും തിരിച്ചറിഞ്ഞു. എന്നാൽ കാവിൻ്റെ അതിരിലെ മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ഈ കാഴ്ച മുഴുവൻ കണ്ടുകൊണ്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. മാധവമേനോൻ. അദ്ദേഹത്തിന് മുഖത്ത് കടുത്ത ഭയവും ക്രോധവും നിറഞ്ഞു. മാധവമേനോൻ മനസ്സിൽ പറഞ്ഞു, ഇവൾ ഒരു സാധാരണ പെൺകുട്ടിയല്ല. കാവിലെ സർപ്പങ്ങളെപ്പോലും വശത്താക്കുന്ന ഇവൾ ആരാണ്? ഇവൾ ഈ തറവാട്ടിൽ തുടർന്നാൽ എൻ്റെ പദ്ധതികളെല്ലാം തകരും.